ശ്രീ ഗോപൻ, ഒന്ന് ദീർഘിപ്പിക്കാതെ എന്തെങ്കിലും ഇത്രയും നേരം സംസാരിച്ചതിൽ പറയാനുണ്ടെങ്കിൽ അതിനുശേഷം അടുത്ത സുപ്രധാനമായ ഒരു പോയിന്റിലേക്ക് എനിക്ക് കടക്കണം. ശ്രീ ഗോപൻ, ചുരുക്കി അദ്ദേഹം പറഞ്ഞു. അല്ല, എനിക്ക് അദ്ദേഹം പറഞ്ഞതിൽ ചില പ്രതികരണങ്ങൾ നടത്താതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു. അടുത്ത പോയിന്റ് അങ്ങ് കടക്കുന്നത് മറ്റൊരു വിഷയം. അതായത് ശ്രീകുമാർ സാറും അങ്ങുമായി നടന്ന തർക്കത്തിൽ തന്നെ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ് അങ്ങയെ കൺവിൻസ് ചെയ്യിക്കാനും കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം ബോധ്യമാണെന്നും പറയുന്ന ഒരു കാര്യം, ടെലിഫോണിൽ വിളിച്ചു ഈ പ്രതികളെ എപ്പോ അവർ തല്ലുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ ഒരു രക്തസാക്ഷി പരിവേഷം ഈ പ്രതികൾക്ക് കൊടുക്കാൻ കൗശലപൂർവ്വം ശ്രീ വി ഡി സതീശൻ ഒരു പരിശ്രമം നടത്തി. അതായത് CPIM-ന്റെയോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയോ ഒരു പരിപാടിയിൽ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്ക് തല്ലുകിട്ടി. അങ്ങനെ തല്ലുകിട്ടിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിഷേധിച്ച ഈ ആളുകൾക്ക് തല്ല് കിട്ടിയപ്പോഴാണ് അവരെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഫോണിലൂടെ വിളിച്ചു, തർക്കമില്ല, ഫോണിലൂടെ വിളിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീകുമാർ സാർ പറഞ്ഞു ഫോണിലൂടെ വിളിച്ചു. ഫോണിലൂടെ വിളിച്ച് പരിചയപ്പെട്ട ആളുകൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നതെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ചാനലുകൾ, മാധ്യമങ്ങൾ മറ്റ് ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതായത് അതിന് 3 വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ആ ദൃശ്യത്തിൽ കേവലമായ 2 പരിചയക്കാരല്ല, സെൽഫി എടുത്ത 2 പരിചയക്കാരല്ല, ഗാഠമായ ബന്ധമുള്ള പരിചയക്കാരാണ്. ഇതെങ്ങനെയാണ് സാർ കേരളം വിശ്വസിക്കുന്നത്? അങ്ങ് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. വി ഡി സതീശന്റെ തന്നെ ഭാഷയെ കടമെടുത്ത് അങ്ങ് പറയുകയാണ് കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമായിട്ട് ഇത് വിശ്വാസം വരത്തില്ല. എങ്ങനെയാണ് കേരളം വിശ്വസിക്കുന്നത്? വണ്ടേ തുലയുന്നു നീ വിളക്കും കെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ സതീശനോ കള്ളം പറഞ്ഞ് ജീവിക്കുകയാണ്, കേരളീയരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്കതിലൊരു തിരുത്ത്, ഒരു വിയോജിപ്പോ താങ്കളോടുണ്ട്. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് 2023 നവകേരള സദസ്സിന്റെ പ്രതിഷേധ കാലയളവിലാണ് ഇയാളെക്കുറിച്ചുള്ള ഒരു അറിവും പരിചയവും പിന്നീട് കാണുന്നതും ഒക്കെ, അതായത് നവംബർ ഡിസംബർ. പക്ഷേ പിന്നീട് വന്ന യാഥാർത്ഥ്യങ്ങൾ ഞാൻ വിചാരിക്കുന്നത് എൻ ശ്രീകുമാറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നീട് മുഖ്യമന്ത്രി ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പരിചയം, ഈ പ്രതികളുടെ പരിചയം, ഈ ഹുസൈനുമായിട്ടുള്ള പരിചയം ആദ്യമായി കണ്ടത് അതിനു മുമ്പാകാം എന്ന് എൻ ശ്രീകുമാർ സമ്മതിച്ചല്ലോ. അത് വസ്തുതാപരമായി കൈരളി ന്യൂസാണ് ആദ്യം ആ വിവരം പുറത്തു കൊണ്ടുവന്നത് കേട്ടോ, ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെ. അപ്പോൾ അത് അടക്കം അദ്ദേഹം അടക്കം സമ്മതിക്കുന്നു എന്ന് ഏതായാലും ഈ ചർച്ചയിൽ നിന്ന് വരുന്നുണ്ട്. ശരത്തെ അദ്ദേഹം പറഞ്ഞത് തല്ല് കൊണ്ടിട്ട് ഫോണിൽ വിളിച്ചു എന്നുള്ള സംഭവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി അടുത്ത അദ്ദേഹം പറഞ്ഞത് പിണറായി അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളതാണ്. ഈ സംഭവം പിടിക്കപ്പെടുന്നത് ഒറ്റുകൊടുത്തതിന്റെ പേരിലാണ്. 100 കണക്കിന് കേസ് പിടിക്കപ്പെടാതെ പോകുന്നുണ്ട്. നമ്മൾ അതും കാണണം. കാരണം ഇവര് മലേഷ്യ, തായ്ലാന്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരും അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് കേന്ദ്രങ്ങളിൽ പോയിട്ടുള്ളവരും 7 ജില്ലകളിൽ ഇവര് 4 പേരാണ് ഈ MDMA ഹോൾസെയിൽ കച്ചവടക്കാരെന്നുള്ളതും ചെറിയൊരു സംഭവമല്ല, ഗൗരവമുള്ള സംഭവമല്ല. ആ സംഭവത്തിന് നേതൃത്വം കൊടുത്ത് അതിന്റെ കേസിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട IPS ഓഫീസറെ മാറ്റിയിട്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഒരു വനിതാ IPS ഓഫീസറെ ഏൽപ്പിച്ചതോടുകൂടി എന്നെ കണ്ടാൽ കിൽറം കട്ടവനെന്ന് തോന്നുമോ എന്ന ആശയം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത്, പിണറായി വിജയന്റെ കാലത്ത് പിടിച്ച, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, ഒരു കാര്യം മാത്രം ശ്രീകുമാർ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. 2021-25 5 വർഷക്കാലം കൊണ്ട് 12,685 MDMA കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ 23-ൽ 5000 പേരെയും 24-ൽ ഏതാണ്ട് 4500 പേരെയും കേസ് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ആ ശിക്ഷയുടെ അളവെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ടോപ്പാണ്. എന്നിട്ട് അത് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മന്ത്രിമാര് പറഞ്ഞത് ഉപഭോഗം കൂടുതൽ കേരളത്തിൽ, അതായത് ശരാശരി ജനസംഖ്യാനുപാതത്തിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതൽ, ഉപയോഗം കുറവ് കേരളത്തിൽ. പക്ഷേ പഞ്ചാബിലാണ് കൂടുതൽ. കേസ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കേരളത്തിലാണ്. അതായത് ശരാശരി ഇന്ത്യയിൽ ഉപയോഗം കുറവ് കേരളത്തിലാണ്, കൺവിക്ഷൻ റേറ്റും കൂടുതൽ കേരളത്തിലാണ്, കൂടുതൽ കേരളത്തിലാണ്. ഇതാണ് ഇതിന്റെ സംഭവം. ഇനി അടുത്തൊരു കാര്യം, ഈ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഒറ്റയ്ക്ക് ഒരു കൊടി കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടം. ഞാൻ ആ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും പറയല്ല, ഒറ്റയ്ക്ക് കൊടി കാണിക്കുന്ന നല്ല കാര്യമൊക്കെയാണ്. പക്ഷെ അത് ഈ കച്ചവടം ചെയ്യുന്ന സാധനം പോക്കറ്റിൽ മാത്രമാണോ ആമാശയത്തിൽ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കാൻ ഈ സൗകര്യം ഉപയോഗപ്പെടുന്ന നല്ലതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി പറഞ്ഞത് ഇത് ഞങ്ങളുമായിട്ട് ബന്ധമുള്ള പ്രവർത്തനമല്ല, അനൗദ്യോഗിക പ്രവർത്തനാണെന്നാണ്. ഇപ്പൊ എന്തായാലും ഇതുവരെ അദ്ദേഹം മന്ത്രിമാരെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ശരത്ത് ചോദിച്ചപ്പോ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഈ OJ ജനീഷിനെ.
കാരണം യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ലെന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ പരിശ്രമിച്ച ഈ പ്രവർത്തകർ ചെറിയ ആളുകളൊന്നും അല്ല, ഇവർ ചെറിയ മീനല്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഈ ആഗസ്റ്റ് മാസത്തിന്റെ ഒരു പ്രത്യേകത 17-ാം തീയതി ചിങ്ങം ഒന്ന് ആരംഭിക്കുകയാണ്. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്ന് നൂറ്റാണ്ടുകളായിട്ട് കേരളീയർ പാടി നടക്കുന്ന ആ മാസത്തിൽ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ നുണ പറയുന്ന ഒരാൾ കേരളത്തിന്റെ മാവേലി ഇരുന്ന കസേരയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാറെ നെഞ്ചത്ത് കൈവച്ചു പോവുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ല. ഇതാണ് അങ്ങ് പറഞ്ഞ ഈ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഇപ്പൊ പ്രതികരിക്കാൻ. ഏതായാലും വളരെ സാന്ദർഭികമായി ചിങ്ങം ഒന്നിലേക്ക് കടക്കുന്ന മലയാളത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യവും മുഖ്യമന്ത്രിയുടെ വിശദീകരണ ശൈലിയും അതിലുയരുന്ന നുണയും കളവും വസ്തുതാവിരുദ്ധവുമായ പ്രശ്നങ്ങൾ, വസ്തുതാവിരുദ്ധവുമായ കാര്യങ്ങളെന്ന നിരന്തര പ്രശ്നം, ആ പ്രക്രിയയും ബന്ധപ്പെടുത്തിയ ഡോക്ടർ പി കെ ഗോപൻ്റെ ഒരു ശൈലി അത് വളരെ ശ്രദ്ധേയമായിരുന്നു.